ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. ഞാൻ ഉറങ്ങി എണീച്ചോടെ ഫസ്റ്റ് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ മെഷീൻ ഓൺ ചെയ്ത് വെക്കലാണ്. അതിനുശേഷമാണ് പല്ലേക്കലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യൽ. അതിനുശേഷം ചായക്ക് വെച്ചതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും പണി ഒരുമിച്ചാണ് നോക്കൽ. കാരണം അത് ഒരുമിച്ച് അവിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പാത്രങ്ങളെല്ലാം ഒരുമിച്ച് കഴുകി വെക്കുകയും ചെയ്യാം. അത് എന്നെപ്പോലത്തെ ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ഇങ്ങനെ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആയിക്കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര എന്താ പറയുക, കുറേ ടൈം കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. അല്ലാത്ത ദിവസം ഭയങ്കര ഫുൾ ടൈം ഒരു പണിയുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പിന്നെ അധികമൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. കുഞ്ഞായരെ കുറേയൊക്കെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പരിപ്പ് കറി ആക്കിയിട്ടുണ്ട്. പിന്നെ രാവിലത്തേക്ക് പുട്ടാണ് ആക്കിയത്, പുട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മുളകിട്ട പിന്നെ ഇത് എന്താ പറയുക ക്യാബേജിൻ്റെ വറവ്, പിന്നെ ഇത് എന്താ പറയുക ബാജിക്കറിയും അതാണ് ആക്കിയത്. പിന്നെ കുറച്ച് പിന്നെ ചുട്ടുള്ളി മുളകും ആക്കിയിട്ടുണ്ട്. ഇന്ന് പിന്നെ അധികം തിരക്കിടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക്. കാരണം എൻ്റെ 2 മക്കൾ ഇവിടെ ഉണ്ട്. മൂത്ത മക്കളുള്ളതുകൊണ്ട് തന്നെ അവരെ നോക്കാനും ആൾക്കാരുണ്ട്. അപ്പം മെല്ലനെ ചെയ്താൽ മതി. എന്നാലും ഞാൻ വേഗം പിന്നെ രാവിലത്തെ ഉച്ചക്കത്തെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ഈ ടേബിൾ മേൽ വെക്കലാണല്ലോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വന്നിട്ട് എടുത്ത് തിന്നാൽ നമ്മൾ എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ കറികളെല്ലാം പിന്നെ മൂടിയുള്ള കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റും. കാരണം നമുക്ക് ഇതിനൊക്കെ മൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമുക്ക് പാത്രങ്ങളും കിട്ടും. പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകിയും വെക്കാം. വെച്ച പാത്രങ്ങൾ തേച്ചും കഴുകി കഴിഞ്ഞാൽ രാത്രി കുറച്ച് പാത്രങ്ങളേ ഉണ്ടാവും. അത് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അയറൊക്കെ ഒരു മുട്ട കൊടുത്തതിന് ശേഷം ആണ് ഞാൻ എപ്പോഴും കുളിപ്പിക്കാറ്. കാരണം മുട്ടൻ്റെ മണമെല്ലാം പോവുമല്ലോ. അപ്പം മുട്ട കൊടുത്തതിന് ശേഷം മാത്രമേ കുളിപ്പിക്കാൻ നിൽക്കാറുള്ളൂ. മുട്ട കൊടുക്കുന്ന ദിവസമാണെങ്കിൽ എപ്പോഴും മുട്ടയല്ല കൊടുക്കൽ. ചില ദിവസം കുറുക്ക് കൊടുക്കും, ചില ദിവസം മുട്ട ഉള്ള ദിവസമാണെങ്കിൽ മുട്ട കൊടുത്തതിന് ശേഷം കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തതിന് ശേഷം അവളെ പാലും കൊടുത്ത് ഉറക്കാറാണ് പതിവ്. അപ്പോൾ അവൾക്കത് റൊട്ടീൻ പോലെ ആയിട്ടുണ്ട്. കാരണം രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കളി, പിന്നെ ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ ഉറങ്ങിക്കഴിഞ്ഞാലാണ് ബാക്കിയുള്ള എൻ്റെ പരിപാടികളെല്ലാം. ഇനി അയറ് ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കയറുന്നത്. അടുക്കളയിലേക്ക് ടേബിൾ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. 40 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ടൈമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല, മോക്കൊരു വയസ്സുമായി, അൽഹംദുലില്ലാ. എല്ലാം കഴിഞ്ഞ് പ്രശ്നങ്ങളില്ലാതെ ഇപ്പം നീങ്ങുന്നുണ്ട്. ഞാൻ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊളിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്തു കേട്ടോ. രാവിലത്തെ തിരക്കിൽ അങ്ങനെ അതെല്ലാം അങ്ങ് ചെയ്ത് പിന്നെ ടേബിൾ ടോപ്പ് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ നിലത്ത് കുറേ കച്ചറുണ്ടായിരുന്നു, അതൊക്കെ അടിച്ചു വാരി. അപ്പം അടുക്കള ഒരുവിധം വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടക്കമല്ലേ വേണ്ടു, ഒരുമിച്ച് തുടക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയും കുറേ പണികളുണ്ട്. പിന്നെ ഒരു ട്രിപ്പ് ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആറിയിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു, എൻ്റെ മോളെ പിന്നെ എന്താ പറയുക ഹൈ ചെയർ ഉണ്ടായിരുന്നു, അതിൽ അവൾ രാവിലെ മുട്ടയും ബാക്കി ഭക്ഷണങ്ങളൊക്കെ അതിനൊക്കെ കഴിക്കുന്നതുകൊണ്ട് നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചാൽ ആ കഴുകുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സിറ്റ് ഔട്ട് ഒന്ന് കഴുകി. കാരണം സിറ്റ് ഔട്ട് ഇപ്പം പിന്നെ സ്റ്റെപ്പ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തുള്ള ചളിയെല്ലാം ഉള്ളിലേക്കും കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകുക തന്നെ ചെയ്യാറ്, തുടക്കലല്ല കഴുകൽ തന്നെയാണ്. കഴുകാനൊന്നും വൃത്തിയില്ല. അപ്പോൾ അതും മറ്റേതും കൂടി ഒരുമിച്ച് ചെയ്ത്. മഴയുള്ള ദിവസം ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചളിയൊന്നും ഉള്ളിൽ കയറൂല. ഇതെന്ന് പറഞ്ഞാൽ ആ മഴൻ്റെ അവിടെ തട്ടിയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് പാത്രങ്ങളുണ്ട്. എൻ്റെ അടുക്കളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ച് വിട്ടിട്ടാണ്, അത് കാണുകയില്ല. ഇത് ആദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുപ്പായിരുന്നു ഉണ്ടായിരുന്നത്, സാധാരണ അടുപ്പില്ലേ, ആ സ്പേസാണ് നമ്മൾ മാറ്റിയിട്ട് ഇതാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ആക്കിയോണ്ട് ഒരുപാട് ഉപകാരമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഉപദ്രവമുണ്ട് കേട്ടോ. കാരണം ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കള പെട്ടെന്ന് വന്ന് കാണുന്നവർക്ക് ഒരിക്കലും ഈ സ്പേസ് കാണൂല. പിന്നെ ഒരു മറ പോലെ ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്പേസിൽ കാണൂല. അപ്പം നല്ല വൃത്തി കാണും അടുക്കള. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പുറം ഒന്ന് ടേബിൾ ടോപ്പ് വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തി കാണും, പാത്രങ്ങളൊന്നും കാണൂലല്ലോ. പക്ഷേങ്കിൽ ഉപദ്രവം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ ഒരു ബേസിൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ പാത്രങ്ങൾ കഴുകിയെടുക്കാമല്ലോ.
ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് വേണം കഴുകാൻ. അപ്പോഴത്തേക്ക് അയർ എണീച്ചിട്ടുണ്ട്. ഹസറുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവളപ്പുറം ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവളോട് നോക്കാനേ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആലിയ കുറച്ച് ലേറ്റാവും എണീക്കാൻ. അവൾ എണീക്കാത്തതുകൊണ്ട് തന്നെ ബെഡൊന്നും വിരിക്കലൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ആലിയ എണീച്ച് കഴിഞ്ഞേരം ഞാൻ ആ ബെഡെല്ലാം ഒന്ന് വിരിച്ച് വെക്കാമെന്ന് വിചാരിച്ച് ബെഡെല്ലാം എടുത്ത് വെച്ചേരം അയർ അതിൻ്റെ മുകളിലുള്ള കളിയാണ്. കട്ടുമ്മ കയറി കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അയറിനെ മെല്ലനെ നിലത്തി ഇറക്കി വെച്ചിട്ട് ഞാൻ ആ ബെഡെല്ലാം ഒന്ന് വിരിച്ച് വെച്ച്. ബെഡ് വിരിച്ച് വെച്ചാൽ തന്നെ ഒരു വീടിൻ്റെ വൃത്തി പകുതിയായി എന്ന് പറയാം. അങ്ങനെ ബെഡെല്ലാം മെല്ലനെ വിരിച്ച് വെച്ച് ചില ദിവസങ്ങളിൽ എൻ്റെ പണികളെല്ലാം വേഗം തീരുവേ. അത് അയറന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവൾ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയാത്ത ദിവസമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലാതെ വേഗം പണിയെല്ലാം കഴിയും. പക്ഷേ അവൾ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ പൊക്കാണ്. ഇന്ന് വലിയ ടെൻഷനൊന്നും ഇല്ല. അഥവാ അവൾ ചൊറയാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ നോക്കിക്കോളും. പിന്നെ അയറക്കുള്ള കഞ്ഞിയെല്ലാം കൊടുത്ത് അവളെ വീണ്ടും രണ്ടാമത്തെ റൗണ്ട് ഉറക്കാനായി. ചില ദിവസം ഉറങ്ങും. ഇന്നിപ്പോൾ ഉറങ്ങുമെന്ന് അറിയില്ല. ഇന്ന് കുട്ടികളെല്ലാം വീട്ടിലുള്ളതുകൊണ്ട് ഇന്ന് ഉറങ്ങൽ കണക്കായിരിക്കും. അപ്പം ഫുഡ് ഏതെല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട്. ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ, അല്ലെങ്കിൽ കളിക്കുന്നതാണെങ്കിൽ അവൾ കളിക്കട്ടെ. നോക്കാൻ ആളുണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് അപ്പം ഫുഡ് കൊടുക്കൽ കുറച്ച് നേരമാവും. പിന്നെ ഞാൻ ഫുഡ് കൊടുക്കാൻ ഓരോ എന്തെങ്കിലും ഒരു പ്രത്യേകമുള്ള സംഭവങ്ങൾ കൈമേൽ കൊടുക്കും. എല്ലാ ടോയ്സൊന്നും ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയില്ല. കാരണം പിന്നെ അതിന് വലിയ വീര്യം ഉണ്ടാവില്ലല്ലോ. അപ്പം കാണാത്തത് ഓരോന്നായി കൊടുക്കുമ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അങ്ങ് വായിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വാങ്ങുകയും ചെയ്യും. അവളറിയാതെ അങ്ങ് തിന്നും പോവും. അപ്പോൾ ടോയ്സ് മൊത്തം ഒന്നും ആരും കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. ആദ്യം തന്നെ എല്ലാ ടോയ്സും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു പ്രത്യേക ടോയ്സ് അല്ലാത്ത കാര്യങ്ങളും ഞാൻ ഇട്ട് കൊടുക്കേ. ടോയ്സ് അല്ലാത്തത് പിന്നെ സ്പൂണും പ്ലേറ്റും ഒക്കെ ഓൾ ആദ്യം ഒരു ദിവസം കൊടുത്ത സാധനം പിന്നെ പിറ്റേ ദിവസം കൊടുക്കില്ല. അതെല്ലാം ഒരു ട്രിക്കാണ്. കാരണം ഒരേ സാധനം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതിനോട് വലിയ കൗതുകമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഈവൻ എൻ്റെ താക്കോല് വരെ അവളെ കയ്യിലുണ്ടാവും. ആദ്യമെല്ലാം അയറനെ ഭക്ഷണം കഴിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. ഇപ്പം വലുതായി വരുന്നവരെ ഇപ്പോൾ കുറച്ച് പാട് തന്നെയാണ്. ചിലപ്പോൾ ഒന്നും വായി തുറക്കുകയില്ല. പിന്നെ മുട്ട കൊടുക്കുന്നുണ്ടായിരുന്നു. മുട്ട വരിക ദഹിക്കാൻ കുറച്ച് ടൈം എടുക്കും തോന്നുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ അധികം മുട്ട കൊടുത്ത ദിവസം വേറെ രാവിലെ ഒന്നും കൊടുക്കാൻ നിൽക്കലില്ല. ഇപ്പോൾ ഉച്ചയായിട്ടാണ് കഞ്ഞി കൊടുത്തത്. ഭക്ഷണമെല്ലാം കണക്കായി ഉമ്മാൻ്റെ അടുത്തേക്ക് പോകുന്നത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവളെ എടുത്തു വന്നിട്ട് ഓളെയും കൂട്ടി പോയിട്ടുണ്ട്. ആ ടൈമിൽ വേഗം അടിക്കലും തുടക്കലും എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച് അവളുണ്ടായി കഴിഞ്ഞാൽ ഈ വെള്ളത്തിലെല്ലാം വന്നിട്ട് കൈയിടും. അതുകൊണ്ട് അതൊന്നും നടക്കില്ല. അപ്പം ഞാൻ വേഗം ഫസ്റ്റ് അടുക്കള തുടച്ചു. പിന്നെ അപ്പുറം പോയി അടിക്കലും ബാക്കിയുള്ള പണികളെല്ലാം ഇനി ബാക്കിയുണ്ട്. അടിക്കുകയും തുടക്കാനെല്ലാം ബാക്കിയുണ്ട്. ഇപ്പോൾ സിറ്റ് ഔട്ടും വൃത്തിയായിട്ടുണ്ട്, അടുക്കളയും വൃത്തിയായിട്ടുണ്ട്. ഇനി നടുഭാഗം ഇനി വൃത്തിയാക്കാനുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം പണ്ട് ഗ്രില്ലേനു കേട്ടോ. സാധാരണ ഗ്രിൽസ് അല്ലേനു. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വർക്ക് ഏരിയയാണ്. അതാണ് പിന്നെ കിച്ചണാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒരു ഡേറ്റ്സ് കണ്ടായിരുന്നു, അതെടുത്തൊന്ന് വായിലിട്ടു. പിന്നെ ഇവിടുത്തെ ബേസിന് ഒരിക്കലും വൃത്തി ഉണ്ടാവില്ല. കാരണം ഇവിടെ ടീനേജേഴ്സ് അല്ലേ ഉള്ളത്. അവർ പലതും മുഖത്ത് തേക്കലും മഞ്ഞൾ എന്തെല്ലാം മുഖത്ത് തേക്കുന്നു. അപ്പോൾ അതെല്ലാം ഈ ബേസിലാക്കി വെക്കും. അപ്പോൾ അത് പിന്നെ വെള്ളമാണെങ്കിൽ അങ്ങനെ അങ്ങ് തുറന്നവിടെ വെച്ചിട്ട് മൊത്തം പുറത്തും ആവും. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വെച്ചതാണ്. ചില ദിവസം അവർ തുടച്ച് വെക്കും. പക്ഷേ ചിലപ്പോൾ ഒന്നും പറഞ്ഞാൽ അനുസരിക്കില്ല. എൻ്റെ അടിച്ചുവാരലും അടുക്കള മാത്രം തുടക്കലേ കഴിഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്ക് രണ്ടാളിങ്ങ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് പിന്നെ പ്രശ്നമില്ല, ഹസ്ബൻഡിൻ്റെ അടുത്ത് ഏൽപ്പിക്കാമല്ലോ. അടുക്കളയാണ് കേട്ടോ മെയിനായിട്ട് റിനോവേറ്റ് ചെയ്തത്. അടുക്കള ഭാഗം ബാക്കിയെല്ലാം അവർ തന്നെ. പിന്നെ നമ്മൾ ഇത് വേറെ അടുത്ത് വാങ്ങിയതാണ്. നമ്മൾ മൂന്നാമത്തെ ആൾക്കാരാണ് ശരിക്കും. അപ്പോൾ അവർ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ടൈല് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതായത് ഹാളിൽ ടൈല് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ കിച്ചണ് റിനോവേറ്റ് ചെയ്ത് പിന്നെ സിറ്റ് ഔട്ട് റിനോവേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ മുമ്പിലൊരു ബാത്റൂം ഉണ്ടായിരുന്നു, അതും റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയറ് ഇങ്ങനെ തക്കം നോക്കുന്ന ഒന്ന് മെല്ലനെ വെള്ളത്തിലൊന്ന് കൈയിട്ടാലോ എന്നുള്ളൊരു നോട്ടം നോക്കുന്നുണ്ട്. എൻ്റെ മേത്ത് കയറിയിട്ടുണ്ട്. ഇത് ഓക്ക് തുടക്കാൻ വേണം. ഞാൻ മെല്ലനെ അവളെ സോഫമ്മൽ ഇരുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മൊബൈലിൻ്റെ കവറും കൈമ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് പിന്നെ ഇങ്ങനെ ഇരുത്തിയ വീണൊന്നും പോകില്ല കേട്ടോ. കാരണം കുറച്ച് വലുതായില്ലേ, ഒറ്റയ്ക്ക് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ട് കട്ടുമല വെക്കുന്നതിനെ കട്ടുമല വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടേ ഞാൻ പണി ചെയ്യാൻ പോക്കാം. അപ്പോൾ അധികം വീണ് പോക്കാം. ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഒറ്റയ്ക്ക് തന്നെ കയറാനും ഇറങ്ങാനൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഹോളൊന്ന് തുടച്ചെടുക്കുകയാണ്. ഹോളും കൂടി തുടച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞതല്ല ഇനിയുണ്ട് പണി. മതിയാക്കുന്ന
നിങ്ങൾ ഈ ഭാഗം കാണുന്നുണ്ട്. ഇപ്പം ഞാൻ ഗാർഡൻ ഏരിയ പോലെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ആ ഏരിയ എല്ലാം അത് ശരിക്കും പറഞ്ഞ ഒരു ബാത്റൂമായിരുന്നു അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പഴയ വീടിൻ്റെ വീഡിയോ ഇതിലുണ്ട്, നമ്മളെ ചാനലുണ്ട്, വേണമെങ്കിൽ അത് പോയി നോക്കാം. അപ്പം മനസ്സിലാവും അവിടെ ഒരു മുമ്പിൽ തന്നെ ബാത്റൂമാണ്. കാരണം നമ്മളിത് 3ാമത്തെ ആളാണ് നമ്മളിവിടെ താമസിക്കാൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് മാറ്റി അവിടെ ഇപ്പം കുറച്ച് ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട്. എൻ്റെയും മക്കളതും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കുറച്ചും കൂടി ഫ്രെയിമുകൾ ബാക്കിയുണ്ട്. പക്ഷേ അതൊന്നും ഫോട്ടോ വെക്കാനോ അതിനുള്ള ടൈമൊന്നും ഇല്ലാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം ഫുൾ ഫോട്ടോസ് സെറ്റാക്കണം. ഒരുപാട് ഫ്രെയിംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ വഴി വാങ്ങിയതാണ്. നല്ല ഫ്രെയിമാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളതും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഫോട്ടോസ് ഇനി വെക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ടൈം കിട്ടട്ടെ, എന്നിട്ട് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഞാനിപ്പം പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഗാർഡൻ ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അയറെ ജനിച്ചാലും ഞാൻ വെച്ച് അവളെ കളിക്കുന്ന ഏരിയ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അയറെ താനേ ഉറങ്ങിയതാട്ടോ, ഉറക്കിയതൊന്നുമല്ല. കുറച്ച് നേരം കളിയെല്ലാം കഴിഞ്ഞ് അവൾ ഉറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ മക്കൾക്കെല്ലാം ചോറെല്ലാം കൊടുത്ത് ഞാനും ഭക്ഷണം കഴിച്ച്. അപ്പോൾ ഉച്ചക്കത്തത് ഏകദേശം കംപ്ലീറ്റഡ് ആയി. ഇപ്പം അതിന് ശേഷം പിന്നെ രാവിലെ ഒന്നും അങ്ങനെ പിന്നെ എന്താ പറയുക കുളിക്കാനൊന്നും പറ്റില്ല. പിന്നെ എപ്പോൾ സമയം കിട്ടുന്ന സമയം നോക്കിയിട്ട് കുളിക്കലാണ്. രാത്രി ആ സമയം കിട്ടുന്നത് രാത്രി കുളിക്കും, വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം, പിന്നെ ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാൻ വെച്ച് ചോറുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പോയാലും അവിടെ ഈ പുതിയ വണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ എന്താ പറയുക അയർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ വെച്ച് ഒന്ന് പോയിട്ട് കളിക്കുകയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ കുറേ കുട്ടികളുണ്ട്, എൻ്റെ അനിയത്തിൻ്റെ മക്കളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവൾ അവിടെ പോയി ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ആരും ഇല്ലല്ലോ, എല്ലാം വലിയ മക്കളല്ലേ. അപ്പോൾ അതിൽ രണ്ടാളും കൂടി കളിക്കുന്നുണ്ട്. റിമോട്ടിൻ്റെ ആട്ടോ സംഭവം. പക്ഷേങ്കിൽ രണ്ടാളും കയറിയുണ്ട് അതിപ്പോൾ ഓടുന്നില്ല. അപ്പോൾ ഒരാൾ ഇറക്കിയിട്ട് ഓടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്ന് രാത്രിയത്തെ മുട്ടക്കറിയും അരി റൊട്ടിയാക്കി. ഉമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അങ്ങനെയെല്ലാം ചെയ്തു. എനിക്ക് ഒറ്റയ്ക്ക് മുട്ട ഒഴിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട്. അപ്പോൾ ഞാൻ മോനെ കൊണ്ട് മുട്ട ഒഴിപ്പിച്ച് ഞാൻ വീഡിയോ എടുത്ത്. അങ്ങനെ മുട്ടക്കറി റെഡിയായി, അരി റൊട്ടിയാക്കി. നമ്മൾ പിന്നെ അന്നത്തെ ഭക്ഷണം കഴിച്ച് പാത്രമെല്ലാം കഴുകി അതിന് ശേഷം ഉറങ്ങി. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള മുട്ടക്കറിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വേണ്ടവർ അത് പോയി കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്, എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.